സ്റ്റാറ്റസ് റൂഫിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് വരുന്ന പ്രൊജക്റ്റുകളിൽ പലതും ഒരു സൊല്യൂഷൻ തേടിക്കൊണ്ടുള്ള അന്വേഷണങ്ങളായിരിക്കും. അതായത് പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ തേടിയാണ് പലപ്പോഴും സ്റ്റാറ്റസ് റൂഫിങ്ങിനെ കസ്റ്റമർ സമീപിക്കാറുള്ളത്. അതിൻ്റെ കാരണം ലക്ഷോറിയസ് ആയി ലക്ഷങ്ങൾ മുടക്കി ഒരു വീട് നിർമ്മിക്കുകയും അതിൻ്റെ ഫ്രണ്ടേജിൽ സിറ്റ് ഔട്ടിലേക്കും അല്ലെങ്കിൽ ഫ്രണ്ട് വാളിലേക്കുമെല്ലാം നല്ല രീതിയിൽ തന്നെ മഴയും വെയിലും തട്ടി അത് ഡാമേജ് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വളരെ ഭംഗിയായി നിർമ്മിച്ച സിറ്റ് ഔട്ടിലേക്ക് വെയിലും മഴയും യഥേഷ്ടം കയറി വന്ന് ആ സിറ്റ് ഔട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും കമ്പനിയിലേക്ക് അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻസിന്റെ എൻക്വയറീസ് വരാറുള്ളത്. ഈ സമയത്ത് പലപ്പോഴും കസ്റ്റമറുടെ മുമ്പിലുള്ള പരിമിതികൾ ഈ ഒരു വീടിന്റെ ലുക്കിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു നിലക്കും അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കരുത് എന്നതായിരിക്കും ഇമ്പോർട്ടന്റ്. കാരണം അതിന്റെ ആ ഒരു വീടിന്റെ ഫ്രണ്ടേജിന് വേണ്ടി ഒരുപാട് ക്യാഷ് മുടക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു എലിവേഷനിൽ നിർമ്മിച്ച ആ ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് അതിന്റെ ഫ്രണ്ടേജിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും ഒരിക്കലും ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ ഫ്രണ്ടേജ് കവർ ചെയ്യുന്ന രൂപത്തിലുള്ള സൺഷെയ്ഡ് റൂഫിങ്ങുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. ആ ബിൽഡിങ്ങിനോ വീടിനോ അതിന്റെ ഫ്രണ്ടേജ് എലിവേഷന് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത രൂപത്തിൽ വളരെ ഭംഗിയായി ആ വീടിന്റെ ടോട്ടൽ വ്യൂ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് സൺഷെയ്ഡ് റൂഫിംഗ്, അതായത് റൂഫിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് മറ്റു തരത്തിലുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും സപ്പോർട്ടിന് വേണ്ടി കൊടുക്കാത്ത ആ സ്ഥലം 100% ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ യാതൊരു തടസ്സവുമില്ലാത്ത രൂപത്തിൽ ആ ഒരു പ്രോബ്ലംസ് പരിഹരിക്കുക എന്ന രൂപത്തിലാണ് സൺഷെയ്ഡ് റൂഫിങ്ങുകൾ സ്റ്റാറ്റസ് റൂഫിംഗ് കാണാറുള്ളത്.